ഇന്ത്യ മുന്നണി കേരളത്തിലും ചുവടുറപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ നടപടികൾ വേഗത്തിലാക്കുന്നു എന്ന് വേണം ഇന്നത്തെ യോഗത്തിന്റെ നടപടികളുമായി ബന്ധപ്പെട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുക. പ്രധാനമായും കേരളത്തിനകത്ത് പ്രത്യേകിച്ച് സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് ഏകദേശം ഒരാഴ്ചയോളമായി അദ്ദേഹം ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യം. അതിനുശേഷം മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം പല ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെ നടത്തിയൊരു സാഹചര്യമുണ്ട്. ഒരു ഭാഗത്ത് സമരം നടത്തുന്നു, മറുഭാഗത്ത് കൈ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് രാവിലെ ചേരുന്ന യോഗത്തെയും വിലയിരുത്തേണ്ടിയിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് യോഗം ചേരുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികൾ ഒന്നിക്കുന്നതെന്നാണ് ഈ യോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണവും കോൺഗ്രസിന്റെ നേതാക്കൾ നൽകുന്ന വിശദീകരണവും അത്തരത്തിൽ തന്നെയാണ്. രാവിലെ 10 മണിക്ക് ഓൺലൈനായിട്ട് ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് ലീഗിന്റെ പ്രതിനിധിയായി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യാനാണ് നിലവിലെ യോഗം ചേരുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വവും ഒപ്പം തന്നെ സർക്കാർ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു യോഗത്തെ ഇടത് വലത് മുന്നണികളുടെ ഈ ഒരു യോഗത്തെ കാണേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഈ പല വിഷയങ്ങളും സംസ്ഥാനത്തെ നിയമസഭാ സമ്മേളനം ബജറ്റ് സമ്മേളനം ഈ മാസം 25-ന് ആരംഭിക്കാൻ പോവുകയാണ്. മാർച്ച് 27 വരെ ആ ഒരു സമ്മേളന കാലാവധി നീളുന്നുണ്ട്. ഇതിനുള്ളിൽ സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, മാസപ്പടി വിവാദവുമായി ഉണ്ടാകും എന്നൊക്കെ ഒരു ഭാഗത്ത് ആവർത്തിക്കുന്ന കോൺഗ്രസ് ആണ് മറുഭാഗത്ത് CPM-മായി സഖ്യം ചേരാൻ അല്ലെങ്കിൽ CPM-മായി ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു വസ്തുത ഈ BJP-ക്കെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ NDA സഖ്യത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്ന രീതിയിലാണ് NDA സഖ്യം രൂപപ്പെട്ടതും. പക്ഷേ അത് ഒരു സഖ്യവും ഇല്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായ ഐക്യവുമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ സംസ്ഥാനത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ BJP-യുടെ മുന്നേറ്റത്തെ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് നാളെ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം അദ്ദേഹം തൃശ്ശൂരിലടക്കം വന്ന സമയത്ത് വലിയ രീതിയിലുള്ള ആൾക്കാരുടെ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായൊരു ഒഴുക്കാറുണ്ടായതാണ്. ഇതൊക്കെയും BJP കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രധാന സേവകൻ്റെ അടക്കം കടന്നുവരവ് വലിയ രീതിയിലുള്ള ഒരു ഓളമുണ്ടാക്കുന്നു, പൊതുജനങ്ങൾക്കിടയിൽ പൊതുസമൂഹത്തിനിടയിൽ സ്വീകാര്യത ഉണ്ടാക്കുന്നു എന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ BJP-യുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷവും വലതുപക്ഷവും കൈകോർക്കുന്നു, ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാനുണ്ടല്ലേ? സുരേഷ്, തീർച്ചയായും അത് തന്നെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ആ സാഹചര്യത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി, കേന്ദ്ര അവഗണനയൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇടത് വലത് മുന്നണികൾ ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചർച്ചയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന്റെ ആധാരം എന്ന് അവർ ആവർത്തിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ, സഖ്യം, ഇതൊക്കെയാണ് ഈ ഒരു ഇന്ത്യ മുന്നണികളുടെ കേരളത്തിലെ ഈ ഒരു ചർച്ച എന്ന് തന്നെ കണക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു, വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്തായാലും സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വരവ് ഇടത് വലത് മുന്നണിയുടെ ക്യാമ്പുകളിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര പദ്ധതികൾ പലതും ഇങ്ങോട്ടേക്ക് എത്തുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ അത് വലിയ തിരിച്ചടിയാകുമോ പ്രധാനമന്ത്രിയുടെ വരവ്? ഒപ്പം തന്നെ പല ക്യാമ്പുകളിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്ക്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്ക് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്ത പല കൊഴിഞ്ഞുപോക്കുകളും അത് വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതൊക്കെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു യോഗത്തെ വിലയിരുത്തപ്പെടേണ്ടത്. എന്തായാലും രാവിലെ 10 മണിക്കാണ് ഔദ്യോഗികമായി യോഗം ചേരാൻ പോകുന്നത്. അതേസമയം തന്നെ യോഗത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നിയമസഭാ സമ്മേളനമൊക്കെ അടുത്തിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെ വ്യക്തമാക്കിയത് സഭയ്ക്കകത്തും പുറത്തും തങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഈ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ്,
മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്ര അന്വേഷണം വരുന്നു, എക്സാലോജിക്കിനെതിരെ അന്വേഷണ പ്രഖ്യാപനം വരുന്നു, ED അന്വേഷണം കേരളത്തിലേക്ക് വീണ്ടും വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട് എത്തുമോ എന്നുള്ള ആശങ്കയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സസ്പെൻസും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ മുന്നണികൾ തമ്മിൽ ഒത്തൊരുമിച്ച് ഒരു യോഗം അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ ഇതൊക്കെ ഒരു സ്റ്റേജ് ഇട്ടൊരു കളിയായി അല്ലെങ്കിൽ അത്തരത്തിലൊരു പരിപാടിയായി മാത്രമാണ് ഇപ്പോൾ BJP നേതൃത്വം വിലയിരുത്തുന്നത്. കാരണം ഇടത് വലത് മുന്നണികൾ എപ്പോഴും ഒറ്റക്കെട്ടാണ്. മാധ്യമങ്ങൾക്ക് മുൻപിലും മറ്റും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായ ഒരു പ്രതിപക്ഷ പാർട്ടിയായി കോൺഗ്രസ് മാറുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം തുടക്കം മുതൽ തന്നെയുണ്ട്. എന്തായാലും അതിന്റെ ഒരു അടുത്ത നടപടിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു യോഗത്തെ കാണേണ്ടിയിരിക്കുന്നു. 10 മണിക്കാണ് യോഗം ചേരാൻ പോകുന്നത്. 25-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപിൽ അതിന് ഒരു ഒറ്റക്കെട്ടായി ഒരുപക്ഷെ ഒരു പ്രമേയം ഉൾപ്പെടെ പാസ്സാക്കാനുള്ള നടപടികൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപ് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ പലവിധ വിഷയങ്ങൾ വന്നപ്പോഴും പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ വന്ന സമയത്തും ഇത്തരത്തിൽ ഒറ്റക്കെട്ടായി നിയമസഭയ്ക്കകത്ത് കൈകോർക്കുന്ന ഇടത് വലത് മുന്നണികളെ സമാനമായ രീതിയിൽ നടപടികൾ ഉണ്ടായി. ഒരുപക്ഷെ 25-ന് ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ ഒരു പ്രമേയ അവതരണം ഇടത് വലത് മുന്നണികൾ ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. എന്തായാലും 10 മണിക്ക് യോഗം ചേരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ യോഗത്തിലേക്ക് ക്ഷമയില്ല. തികച്ചും ഓൺലൈനായി മാത്രമാണ് ഈ യോഗം ചേരുന്നത്. എന്തായാലും അതിനുശേഷം മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഇന്ത്യ മുന്നണി കേരളത്തിലും ശക്തി പ്രാപിക്കുന്നതിനെയും ഒപ്പം തന്നെ BJPയുടെ ഈ ഒരു വളർച്ചയും വരവിനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെയും. സുരേഷ്.